അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استفت قلبك واستفت نفسك 3 مرات. البر ما اطمأنت إليه النفس والإثم ما حاك في النفس وإن أفتاك المفتون صدق رسوله الأمين. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عللت أناملي غيظا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعف عني. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, 2 മാസത്തിലധികം കാലമായി, അഥവാ ഇന്നത്തേതുകൂടി ഉൾപ്പെടുത്തിയാൽ 10 ആഴ്ചകളായി പലിശയുമായി ബന്ധപ്പെട്ട ഖുർആനീക വാക്യങ്ങളും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലെ തിരുമൊഴികളും മഹാരഥന്മാരായ ഇമാമുകളുടെ വിശദീകരണങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൃദയത്തിനകത്ത് ഈമാനിൻ്റെ ഒരു കണികയെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിൽ ഇത്രയും വിശദീകരിച്ച് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ പലിശ ഇടപാടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നത് തീർച്ചയാണ്. ഇനി ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ഖുർആനും ഹദീസും ഇമാമുകളുടെ വിവരണങ്ങളും ആവശ്യത്തിനപ്പുറം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അണുത്തൂക്കം ഈമാനുള്ള മുഅ്മിനാണെങ്കിൽ ഇതിൽ നിന്ന് രാജിവെക്കും എന്നതിൽ തർക്കമില്ല. നീ ഈമാനും ഇസ്ലാമൊന്നും വേണ്ട, മനുഷ്യനായാൽ മതി. ഒരൽപ്പം മനുഷ്യത്വം, മാനവിക ചിന്ത ഇതുണ്ടെങ്കിലും പലിശ ഇടപാടിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നത് തീർച്ചയാണ്. എന്തുകൊണ്ട്? പലിശ നാഗരികമായും സാമ്പത്തികമായും അക്രമമാണ്, ഒരു തർക്കമില്ല. അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ബുദ്ധി കൊണ്ടാലോചിച്ചാൽ, നാഗരികമായി ചിന്തിക്കുമ്പോൾ പലിശ ഏറ്റവും വലിയ അടിമത്വമാണ്. പാവപ്പെട്ട ദരിദ്രന്റെ ദാരിദ്ര്യത്തെ, അവശനായ മനുഷ്യന്റെ അവശതയെ, പാവങ്ങളുടെ കഴിവുകേടിനെ പലിശക്കാരൻ തനിക്ക് ലാഭം കൊയ്യാനുള്ള സുവർണാവസരമായി കാണുകയാണ്. പലിശക്കാരായ മുതലാളിമാരുടെ ആഗ്രഹവും താൽപ്പര്യവും എന്താണ്? സമൂഹത്തിൽ ദാരിദ്ര്യം നിലനിൽക്കട്ടെ, സാമ്പത്തിക ഞെരുക്കം എങ്ങും അനുഭവപ്പെടട്ടെ, എവിടെയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകട്ടെ എന്നാണ് അവരുടെ താല്പര്യം. കാരണം അവിടെയാണ് അവരുടെ സീസൺ കച്ചവടം നടക്കുക. ഇക്കാരണത്താൽ തന്നെ മാനവിക കുലം, മനുഷ്യരാശി ഈ ചൂഷണത്തിനെതിരാണ്. ലോകത്തൊരുപാട് ജനനായകന്മാർ പിറവി കൊണ്ടത്
ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ രാജ്യത്തിൻ്റെ നെറുകയിലെത്താൻ കാരണം കൊള്ളപ്പലിശക്കാർക്കെതിരെ നടത്തിയ സമരത്തിൻ്റെ ഫലമായിരുന്നു. ഉദാഹരണം എമ്പാടും പറയാൻ കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ത്യ രാജ്യത്ത് കേന്ദ്രമന്ത്രി ആയി, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി പലതവണ അദ്ദേഹം അധികാരത്തിലിരുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഷിബു സോറൻ. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. അദ്ദേഹം എങ്ങനെയാണ് ജനനായകനായത്? ചോദ്യം ചെയ്യപ്പെടാനാകാത്ത രാഷ്ട്രീയ നേതാവായി ഷിബു സോറൻ പലപ്പോഴും കേന്ദ്രമന്ത്രിയായി, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി അമരത്തിരിക്കാൻ കാരണം എന്തായിരുന്നു? ജാർഖണ്ഡിലെ പാവങ്ങളായ സന്താൾ ഗോത്ര വിഭാഗക്കാരായ ആളുകളെ പലിശയിൽ അമർത്തിക്കൊണ്ട്, കൊള്ളപ്പലിശ കൊടുത്തുകൊണ്ട് ആക്രമിക്കുന്ന ഒരു വിഭാഗം പലിശക്കാർ ജാർഖണ്ഡിലുണ്ടായിരുന്നു. പാവങ്ങളായ സന്താൾ ഗോത്രക്കാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, പലിശക്കാരിൽ നിന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സമരരംഗത്തിറങ്ങിയ നേതാവിന്റെ പേരാണ് ഷിബു സോറൻ. അദ്ദേഹം കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ പോയ ആളാ. കൊലയാളിയായി ഒരുപാട് കാലം ജയിലിൽ കിടന്ന ആളാ. എന്നിട്ടും നാട്ടുകാർ അദ്ദേഹത്തെ കൈവിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയല്ലേ ജാർഖണ്ഡിൽ പുതിയ തെരഞ്ഞെടുപ്പ് വന്നിട്ട് പല പ്രഖ്യാപനം വന്നത്? കഴിഞ്ഞ ദിവസമാണ് അവിടെ അധികാരത്തിലേറിയ സത്യപ്രതിജ്ഞ നടന്നത്. ആരാണ് അവിടെ മുഖ്യമന്ത്രി? ഹേമന്ത് സോറൻ. അയാൾ ആരാ? ഈ ഷിബു സോറന്റെ മകനാ. ഇന്ത്യ മഹാരാജ്യത്തെ വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ പോലും NDA കൊടുങ്കാറ്റിൽ മതേതര മുന്നണികളൊക്കെയും തകർന്ന് തരിപ്പണമായപ്പോഴും ജാർഖണ്ഡിൽ മിന്നുന്ന ജയം മതേതര മുന്നണിക്ക് കിട്ടി. എന്താ കാരണം? ഈ മനുഷ്യന്റെ അച്ഛൻ പലിശക്രൂരതയ്ക്കെതിരെ സമരത്തിനിറങ്ങിയ മഹാനേതാവാണ്. നമ്മുടെ കേരളത്തിലും മുമ്പ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ സമയത്താണ് ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ കൊള്ളപ്പലിശക്കാരെ ഒതുക്കാൻ ഒരു നിയമം കൊണ്ടുവന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത്. പൂർണാർത്ഥത്തിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിലും വലിയ ജനപിന്തുണയാണെന്ന് കിട്ടിയത്. ഇന്ത്യൻ ജനതയും ലോക ജനതയും പലിശ എന്ന ക്രൂരതക്കെതിരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചരിത്രങ്ങളൊക്കെ ചുരുങ്ങിയ വിധത്തിൽ പറഞ്ഞത്. നാഗരികമായി പലിശ അക്രമമാണ്, സാമ്പത്തികമായും പലിശ അക്രമമാണ്. എന്തുകൊണ്ട് സാമ്പത്തികമായി അക്രമമാണ്? ആളുകൾ പലിശക്ക് കടം മേടിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. പലിശക്ക് വായ്പ എടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ജീവിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി, ചികിത്സിക്കാൻ വേണ്ടി, കേറി കിടക്കാൻ ഒരു കൊച്ചു കൂരയ്ക്ക് വേണ്ടി, ജീവിക്കാൻ വേണ്ടി പലിശക്ക് കടമെടുക്കും ജനങ്ങൾ. അല്ലെങ്കിൽ മറ്റൊരു രൂപമാണ് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കർഷകരും കച്ചവടക്കാരും പലിശക്ക് വായ്പയെടുക്കും, കടമെടുക്കും. ആദ്യം പറഞ്ഞ രൂപത്തിൽ, അഥവാ ജീവിക്കാൻ വേണ്ടി പലിശക്ക് കടം മേടിച്ച മനുഷ്യൻ, അയാളിൽ നിന്ന് പലിശ മേടിക്കൽ എത്രമാത്രം ക്രൂരതയാണ്. ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി 1,00,000 പലിശക്കെടുത്ത മനുഷ്യൻ അയാളോട് പറയാണ്, ഈ 1,00,000-ന്റെ ലാഭം എനിക്ക് വേണം. അയാൾ ലാഭത്തിന് അത് ഉപയോഗിച്ചിട്ടില്ല. 1/2 പൈസ ലാഭം അതിൽ നിന്ന് അയാൾക്ക് കിട്ടും. അയാളോടാ പറയുന്നത്, എന്റെ ലാഭം കൊണ്ടാണ്. എന്തൊരു ക്രൂരതയാണ്! ഏതൊരു നീതി ശാസ്ത്രമാണ്, ഏതൊരു പ്രത്യയ ശാസ്ത്രമാണ്, ഏതൊരു ചിന്താ പദ്ധതിയാണ് ഈ പ്രവർത്തനത്തെ, ഇത്തരം രംഗങ്ങളിൽ നിന്ന് പലിശ വാങ്ങുന്ന ഏർപ്പാടിനെ ന്യായീകരിക്കുക, നീതീകരിക്കുക. ഇനി രണ്ടാമത്തെ രൂപത്തിൽ പലിശക്ക് കട എടുത്താലും, കച്ചവടത്തിനും കൃഷിക്കും വേണ്ടി എടുത്താലും അവിടെയുണ്ട് അക്രമം. കച്ചവടം പൊട്ടിത്തകർന്നുപോയി, കർഷകന്റെ സ്വപ്നം പൊലിഞ്ഞുപോയി,
വരണ്ടുണങ്ങി നശിച്ചുപോയി കൃഷി. അപ്പോഴും കടം കൊടുത്ത വ്യക്തി പറയും, എൻ്റെ ലാഭം താ, എൻ്റെ ലാഭം താ. ഇതും ക്രൂരതയല്ലേ? ചുരുക്കി പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ, പലിശയിൽ നിന്ന് അകന്നു കഴിയാൻ, പലിശ ഇടപാടുകളെ പാടെ വർജിക്കാൻ, ഉപേക്ഷിക്കാൻ ഒന്നുകിൽ ഇച്ചിരി ഈമാൻ മതി, അതല്ലെങ്കിൽ ഇത്തിരി മനുഷ്യത്വം മതി. ഇത് രണ്ടും ഇല്ലാത്ത മനുഷ്യക്കോലങ്ങളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഉണ്ടോ? ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ നീ വഴല് 10 വെള്ളിയാഴ്ച മാത്രമല്ല 25 വെള്ളിയാഴ്ച പറഞ്ഞാലും മനുഷ്യത്വം ഇല്ല, ഈമാനിന്റെ കണികയും ഇല്ല. മനുഷ്യ പിശാച്, മനുഷ്യക്കോലത്തിലുള്ള മൃഗം അല്ലെങ്കിൽ ചെകുത്താനായാൽ അത്തരക്കാരോട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. അവർ പിന്നെ കൊണ്ടറിയട്ടെ. ചില സാധനങ്ങളുണ്ട് മനുഷ്യന്റെ കോലത്തിലായിരിക്കും, കണ്ടും കേട്ടും അറിഞ്ഞും പഠിക്കൂല. എന്നാ കൊണ്ടാ പഠിക്കണ്ടേ, കൊണ്ടാലും പഠിക്കില്ല. ഇങ്ങനത്തെ ആളുകളെയാണ് അള്ളാഹു നരകത്തിന്റെ വിറകാക്കാൻ പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നാഗരികമായും സാമ്പത്തികമായും ഇത് ക്രൂരത തന്നെയാണ്. നീ എന്തൊക്കെ ന്യായം പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ നോക്കിയാലും പലിശ ഇടപാടിനെ വൈറ്റ് വാഷ് ചെയ്യാൻ, വെളുപ്പിച്ചെടുക്കാൻ പറ്റൂല. ന്യായങ്ങൾ പലതും ഉണ്ടാവും നമുക്കിടയിൽ. ചിലത് രസകരമായ ന്യായങ്ങളുണ്ടാവും, ചിലത് നല്ല ശക്തമായ ന്യായങ്ങളുണ്ടാവും. രസകരമായൊരു ന്യായം, ഇവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞു, അയാള് നല്ല സമ്പന്നനാണ്, കോടീശ്വരനാണ്, എല്ലാ ആവശ്യക്കാരെയും വായ്പ കൊടുത്ത് സഹായിക്കും, ലക്ഷങ്ങളൊക്കെ കൊടുക്കും. ഞാൻ ചോദിച്ചു, അയാൾ പലിശയൊന്നും മേടിക്കൂലേ? ഏയ്, പലിശയൊന്നും മേടിക്കൂല. ആവശ്യക്കാർക്ക് ഇഷ്ടത്തിന് അയാൾ കടം കൊടുക്കുന്ന നല്ല ഒരു സമ്പന്നനാണ്. പക്ഷേ പൈസക്ക് വാടക മേടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര ഉണ്ട് വാടക? 1 ലക്ഷത്തിന് പെർ മന്ത് 4000 രൂപ. 1 ലക്ഷത്തിന് ഒരു മാസത്തിൽ 4000 രൂപ തോത് വാടക മേടിക്കും, എന്നല്ലാതെ പലിശയൊന്നും മേടിക്കൂല. അങ്ങനെയുണ്ട് ന്യായം. മറ്റൊരു ന്യായമാണ് മൂല്യശോഷണം. ഈ സ്വത്തിന്, പണത്തിന് മൂല്യം കുറഞ്ഞു വരുന്നുണ്ടല്ലോ കൂട്ടരെ. 10 കൊല്ലം മുമ്പുള്ള 5000 രൂപയല്ല ഇന്നുള്ള 5000 രൂപ. മൂല്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പ് ഒരു പവൻ ആഭരണം മേടിക്കാൻ 15,000 അല്ലെങ്കിൽ 20,000 മതിയായിരുന്നു. ഇന്നോ 50,000 വേണം. ഉപ്പിനും മുളകിനും പഞ്ചസാരക്കും അരിക്കൊക്കെ 3-4 ഇരട്ടി വിലയാണ്. നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുത്തന് കടം കൊടുത്താൽ കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു മേടിക്കുമ്പോൾ ആ മൂല്യം അനുസരിച്ച് കൂടുതൽ മേടിക്കണ്ടേ? ന്യായാണത്, നല്ല ന്യായമല്ലേ അത്? പക്ഷെ അവിടെ ഒരു മറുചോദ്യമുണ്ട്. മൂല്യം കൂടിയാൽ കുറച്ച് കൊടുത്താൽ മതിയാവൂ? ഒരാളെ കയ്യിൽ നിന്ന് 2 പവൻ ഗോൾഡ് കടം വാങ്ങി. കടം കൊടുത്തവൻ പറഞ്ഞു, എൻ്റെ മോക്കട കല്യാണം ഉണ്ടാവുമ്പോൾ തന്നാ മതി, കടമായിട്ട് ഇരിക്കട്ടെ പറഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞിട്ടാ മോളെ കല്യാണം ഉണ്ടായത്. അപ്പൊ കൊടുക്കാനുള്ള ആള് പറയാണ്, അന്ന് ഒരു പവന് 20,000 രൂപ വിലയുള്ള സമയം, അപ്പൊ 50,000-ന് മുകളിലാ, അതുകൊണ്ട് 1 പവനെ തിരിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ? ഇല്ലല്ലോ, അവിടെ അംഗീകരിക്കൂലല്ലോ. ഈ വക ന്യായങ്ങളും വാദങ്ങളും വിദണ്ഡവാദങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ് ഒരു സത്യവിശ്വാസിക്ക് കരണീയം. ഒരു മുസൽമാന് മോചനവും സമാധാനവും ബറക്കത്തും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകണമെങ്കിൽ പ്രപഞ്ചനാഥന്റെ വിധിക്ക് വഴിപ്പെട്ട് ന്യായങ്ങളും അന്യായങ്ങളും മാറ്റിവെച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. കാരണം ചൂഷണത്തിലധിഷ്ഠിതമായ മുതലാളിത്വ സാമ്പത്തിക വ്യവസ്ഥിതിയെയും അതിൻ്റെ ഓപ്പോസിറ്റായി വന്ന സമഗ്രാധിപത്യമായ മാർക്സ്യൻ സാമ്പത്തിക വ്യവസ്ഥിതിയെയും തള്ളിക്കൊണ്ട് അതിനിടയ്ക്ക് മാനവികതയും ധർമ്മവും കാരുണ്യവുമുള്ള മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി. അവിടെയാണ് നീതിയുള്ളത്, അവിടെയാണ് ധർമ്മമുള്ളത്, അവിടെയാണ് വിജയമുള്ളത്, അവിടെയാണ് സമാധാനമുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഇസ്ലാമിക് ബാങ്കിങ് സംവിധാനം ലോകമാകെ അംഗീകരിച്ചിട്ടുള്ളതും പ്രശംസിച്ചിട്ടുള്ളതുമാണ്.
ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയും ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ സിസ്റ്റവും ലോകമാകെ സാമ്പത്തിക വിദഗ്ധരൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ നീതിയും ധർമ്മവും ഇസ്ലാമിന്റെ പേരിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അത് രസിക്കില്ല, ദഹിക്കില്ല. അവർ അപശബ്ദങ്ങൾ ഉണ്ടാക്കും, അവർ കുപ്രചരണങ്ങൾ അഴിച്ചുവിടും. എന്നിട്ട് ഇസ്ലാമിന്റെ മുഖത്ത് കരിവേര് വാരിത്തേക്കാൻ ശ്രമിക്കും. ആ പതിവ് ഈ രംഗത്തും തുടർന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പരിധി വരെ ഓരോ നാടുകളിലെയും പാവപ്പെട്ട മനുഷ്യരെ ഈ പലിശയുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഗവൺമെന്റുകളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് സാധിക്കും. എന്താ ഈ പറയുന്നത്? ഓരോ നാടുകളിലും ഓരോ മഹല്ല് ജമാഅത്തുകളിലും പരമദരിദ്രരായ ആളുകളെ പലിശ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്കാകും. എങ്ങനെ? ഓരോ ജമാഅത്തിന് കീഴിലും ഇസ്ലാമിക് ബാങ്കിംഗ് സംവിധാനം, പലിശരഹിത ബാങ്കുകൾ തുടങ്ങുക. എന്താണ് ഇസ്ലാമിക് ബാങ്കിംഗ് സംവിധാനം? സമൂഹത്തിലെ ധനവാന്മാരായ, ധനികരായ, സമ്പന്നരായ ആളുകളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്ന തുകയിൽ നിന്നൊരു പങ്ക്, മുഴുവൻ വേണ്ട, ബാക്കിയുള്ളത് മുഴുവൻ വേണ്ട, അതിൽ നിന്നൊരു പങ്ക് സമാഹരിക്കുക. പലിശരഹിതമായി സമാഹരിച്ചുകൊണ്ട് അത്യാവശ്യക്കാർക്ക് പലിശരഹിതമായി വായ്പ കൊടുക്കുക. ഇതാണ് ഇസ്ലാമിക് ബാങ്കിംഗ് സംവിധാനം. ഇത് തുടങ്ങിയാൽ കോടികളുടെ ഇടപാടിനും ബിസിനസ്സിനൊന്നും വായ്പ കൊടുക്കാൻ ഉണ്ടാവില്ല. പക്ഷെ ഒരു കുഞ്ഞിന്റെ ഓപ്പറേഷത്തിന് ഒരു 50,000 ആവശ്യമായ ഒരു പാവത്തിന് വന്നാൽ, ഒരു കൂരയിൽ കയറിയിരിക്കാൻ, ഒന്ന് സിമന്റ് ഇട്ട പ്രതലത്തിൽ കയറിയിരിക്കാൻ 1 ലക്ഷം 1.5 ലക്ഷം വായ്പ വേണ്ടി വന്നാൽ, ഒരു ചെറിയ കൃഷി ഇറക്കാൻ, ഒരു മുറുക്കാൻകട തുടങ്ങിയിട്ടെങ്കിലും കുടുംബത്തെ പോറ്റാൻ, എന്നിത്യാദി സംരംഭങ്ങൾക്കൊക്കെ മഹല്ല് ജമാഅത്തുകളുടെ കീഴിൽ ഉണ്ടാകുന്ന ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരു മറുചോദ്യമുണ്ട്. എന്താ മറുചോദ്യം? ജനങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന 2 ചിന്തകളുണ്ട്. ഒരു ചിന്ത എന്താണ്? ഇതിന് ചെലവുണ്ടാവൂലേ? എഴുത്തുകുത്തുകൾക്ക് ചെലവുണ്ടാകും, സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ടി വരും, സെക്യൂരിറ്റി, അങ്ങനെ ഒരു റൂം വേണമെങ്കിൽ അതിന്റെ റെന്റ് കൊടുക്കേണ്ടി വരും, എന്നിത്യാദി ചിലവുകൾ എവിടുന്ന് കിട്ടും? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ലാഭം കിട്ടും? ലാഭമില്ലാത്ത കച്ചവടത്തിന് നമ്മൾ തയ്യാറല്ലല്ലോ. എങ്ങനെ ഈ ഇടപാടിന് വേണ്ട ചെലവുകൾ എവിടുന്ന് കണ്ടെത്തും? രണ്ടാമത്തെ, ഇതിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് എന്ത് ലാഭം കിട്ടും? ഈ 2 ചോദ്യത്തിനും ദീനുൽ ഇസ്ലാം കൃത്യമായ വ്യക്തമായ മറുപടി പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താ? ഇതിന്റെ ചെലവ് എങ്ങനെ? ചെലവ് വസൂലാക്കാൻ മാർഗമുണ്ട്. എങ്ങനെ ചെലവ് വസൂലാക്കുക? ഇതിൽ നിന്ന് ചെറുകിട കർഷകർ, അതുപോലെ ചെറുകിട വ്യാപാരികൾ വായ്പ എടുക്കുമ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങിന് ഒരു കരാറ് വെക്കാം. എന്താ കരാറ്? നീ ഇതുകൊണ്ട് പോയി കൃഷി ചെയ്താൽ വിളവെടുക്കുന്ന ലാഭത്തിൽ നിന്ന് 15% അല്ലെങ്കിൽ 30% അല്ലെങ്കിൽ 40% ബാങ്കിൽ അടക്കണം എന്ന് വ്യവസ്ഥ ചെയ്യാം. നീ ഇതുകൊണ്ട് കച്ചവടം ചെയ്ത് ലാഭം കിട്ടിയാൽ അതിന്റെ 25% അല്ലെങ്കിൽ 50% ഈ ബാങ്കിൽ അടക്കണമെന്ന് വ്യവസ്ഥ ചെയ്യാം. 2 കൂട്ടർക്കും സമ്മതമായ ഒരു ശതമാനം വ്യവസ്ഥ ചെയ്താൽ അവിടെ ഒരു കുറ്റമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഖിറാല്, ലാഭക്കൂറ് കച്ചവടം ഇസ്ലാം അനുവദിച്ചതാണ്. ഈ ബാങ്കിൽ നിന്ന് വായ്പ കൊടുക്കുന്ന ആളുകളോട് ലാഭത്തിന്റെ വിഹിതത്തിൽ നിന്നൊരു ശതമാനം അടക്കണമെന്ന് ആവശ്യപ്പെടാം, അടക്കാം, ഒരു കുഴപ്പമില്ല. എന്നാലോ നഷ്ടാണെങ്കിലോ 10 പൈസ ചോദിക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ ലോക്കർ സംവിധാനം, പലിശരഹിത ബാങ്കുകളിൽ ലോക്കർ സംവിധാനം ഏർപ്പെടുത്താം. ആഭരണങ്ങൾ, നിധി നിക്ഷേപങ്ങൾ, പണം ഒക്കെ സൂക്ഷിക്കാം. ആ സൂക്ഷിക്കുന്നതിന് ഒരു നിശ്ചിത നിർണിത ഫീസ്, ഒരു സർവീസ് ചാർജ് ഈടാക്കുന്നത് ഇസ്ലാം എതിർത്തിട്ടില്ല. ഒരു നിശ്ചിത ഫീസ് അതിന്റെ സർവീസ് ചാർജ് ആയിട്ട് മേടിക്കുന്നത് ഇത് ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ തുടങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നതിനുള്ള ഉത്തരമാണ്. ഇതുപോലെ രണ്ടാമത്തെ ചോദ്യം, അതിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് എന്ത് ലാഭമാണ്? ലാഭേ ഉള്ളൂ, നഷ്ടം എന്ന് പറഞ്ഞ സംഭവം തന്നെയല്ല. പലിശരഹിത ബാങ്കിൽ ധനികരായ ആളുകൾ മിച്ചമുള്ള പണത്തിൽ നിന്ന് എന്തെങ്കിലും നിക്ഷേപിച്ചാൽ നഷ്ടം എന്ന് പറയുന്ന സംഭവേ ഇല്ല. ഇപ്പൊ എന്തൊക്കെ ഓൺലൈന് കച്ചവടമാണ്. 5 ലക്ഷവും പൂത്തിരി കത്തി
5 ലക്ഷം കിട്ടു, 10 കിട്ടി. അപ്പൊ എന്നാ കിടക്കട്ടെ അവിടെ നിർത്തി. പിറ്റത്തെ മാസം നോക്കും 3 ലക്ഷത്തിലേക്ക് കൂപ്പ് കുത്തിയിട്ടുണ്ട്. ലാഭനഷ്ടങ്ങൾ വരും അവിടെയെങ്കിൽ. പലിശരഹിത ബാങ്കിൽ നിക്ഷേപിക്കുന്ന മുസ്ലിമേ, ലാഭമല്ലാതെ ഒരു വെള്ളിക്കാശിന്റെ നഷ്ടം സംഭവിക്കുന്ന പ്രശ്നമല്ല. നഷ്ടം വരൂല. കാരണം ഈ പണം എപ്പോഴും ആവശ്യത്തിന് പിൻവലിക്കാം. 1 ലക്ഷമാണ് ഈ ബാങ്കിൽ ഇട്ടതെങ്കിൽ ആവശ്യമാകുന്ന സമയത്ത് അത് പിൻവലിക്കാം. 1 വെള്ളി രൂപ നഷ്ടപ്പെടൂല. ലാഭം എന്താ ലാഭം? ഈ പണം പിൻവലിക്കുന്ന ദിവസം വരെയും ഓരോ ദിവസവും ആ തുക സ്വതക്ക ചെയ്ത കൂലി പരലോക അക്കൗണ്ടിലേക്ക് എത്തും. മൊയ്ലിയരെ, പരലോക അക്കൗണ്ടൊക്കെ അവിടെ പോകുമ്പോഴല്ലേ ഇവിടുത്തെ അക്കൗണ്ടിന്റെ കാര്യം പറ. കല്ലാബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. അല്ലാഹ് പറഞ്ഞു, നിങ്ങളെ കുഴപ്പമൊക്കെ അതാണ്. നിങ്ങൾ ഈ മുന്നിലുള്ള സുഖേ കാണുള്ളൂ, ആഖിറം നിങ്ങൾ അവഗണിച്ചൊഴിവാക്കുകയാണ്. പരലോക അക്കൗണ്ടിലേക്ക് 1 ലക്ഷമാണ് പലിശരഹിത ബാങ്കിലിട്ടത് എങ്കിൽ 10 ദിവസമാണ് വെച്ചതെങ്കിലും 10 ലക്ഷം സദഖ ചെയ്ത കൂലിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ തന്നിരിക്കുന്നത്. മാത്രല്ല, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ബറക്കത്ത് കൊണ്ട് തന്റെ കച്ചവടത്തിലും തൊഴിലിലൊക്കെ അള്ളാന്റെ ബറക്കത്ത് ഇറങ്ങി വരും. ഒരു നഷ്ടവും അതുകൊണ്ട് വരാനില്ല, ലാഭമല്ലാതെ. ബഹുമാനപ്പെട്ട സെൻട്രൽ ജമാഅത്ത്, മൂവാറ്റുപുഴ സെൻട്രൽ ജമാഅത്തിന് കീഴിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പലിശരഹിത ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. അത് നടന്നു പോകുന്നുണ്ട്. പക്ഷേ നാമമാത്രമാണ്. നിങ്ങൾ ഒന്നും കൂടി എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച്, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ബാക്കി ഇരിപ്പുണ്ട്, അക്കൗണ്ടിലുണ്ട്. അതിൽ നിന്നൊരു 50,000 രൂപ ഇതിൽ കൊണ്ടുവന്നിട്ട് ആവശ്യത്തിന് തിരിച്ചു കിട്ടും. ഒരു 50,000 രൂപ ഉദാഹരണത്തിന് കൊണ്ടുവന്നിട്ടാല് വൻ ലാഭമാണ്. ബാക്കിയിരിക്കുന്ന 1.5 ലക്ഷത്തിന് ബറക്കത്താണ്. ജീവിതത്തിൽ അള്ളാന്റെ സഹായം കിട്ടിയിരിക്കും. പരലോക അക്കൗണ്ടിലേക്ക് സ്വതക്കയുടെ കൂലി അങ്ങനെ വർദ്ധിച്ചു വളർന്നുകൊണ്ടിരിക്കും. ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നീ ഒരാളെ കയ്യിൽ 10,000 ഉള്ളൂ എങ്കിൽ ആ 10,000 പലിശരഹിത ബാങ്കിൽ കിടക്കട്ടെ. എന്തിന്? അങ്ങനെ ചെയ്താൽ 2000-ഓളം അംഗങ്ങൾ കുടുംബങ്ങളുള്ള ഈ ജമാഅത്തിലെ പരമദരിദ്രരായ ആളുകൾക്ക് അതൊരു കൈത്താങ്ങാകും, അതൊരു കണ്ണീരൊപ്പാനുള്ള സഹായമാകും. ചെറിയ കാര്യമല്ല അത്. അതുകൊണ്ട് ഒന്നുകൂടെ നമുക്കത് വിപുലീകരിക്കണമെന്നാണ് സന്ദർഭോചിതമായി ഞാൻ ഉണർത്തുന്നത് മുഅ്മിനീങ്ങളെ. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ നല്ല നിലയിൽ അധ്വാനിക്കുക. ഹലാല് മാത്രമേ ഞാൻ സമ്പാദിക്കുകയുള്ളൂ, അള്ളാഹു അനുവദിച്ചത് മാത്രമേ ഞാൻ കയ്യിലെടുക്കുകയുള്ളൂ, അതുകൊണ്ട് മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന പ്രതിജ്ഞയാണ് പ്രഥമവും പ്രധാനവുമായിട്ട് നമുക്കൊക്കെയും വേണ്ടത്. ഹലാലായ, ക്രൂരതയില്ലാത്ത, അക്രമമില്ലാത്ത, ചൂഷണമില്ലാത്ത വിധത്തിൽ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായാൽ നമുക്ക് അഭിവൃദ്ധി കിട്ടും, നമുക്ക് ഉയർച്ച കിട്ടും, വളർച്ച കിട്ടും. തീർച്ചയാണ്. അതിന് മുസ്ലിമാകണമെന്നൊന്നുമില്ല. റഹ്മാനായ അള്ളാഹു വഴിപ്പെട്ടാലും ഇല്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കരുണ ചെയ്യുന്നവനാണ്. അങ്ങനത്തെ അള്ളാഹു ഏത് ജാതിക്കും മര്യാദ റൂട്ടിൽ പോയാൽ കൊടുക്കും അള്ളാഹു. 16-ാം വയസ്സിൽ കല്യാണം കഴിച്ച് പരമദാരിദ്ര്യത്തിൽ നട്ടം തിരിഞ്ഞ ഒരു ഗുജറാത്തി മാർവാടി ഉണ്ടായിരുന്നു. അയാളുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും, കുട്ടികൾക്കും അറിയാം, മുതിർന്നവർക്കും അറിയാം. 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് പിന്നെ മക്കളുണ്ടായി. ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ദാരിദ്ര്യത്തിൽ നട്ടം തിരിഞ്ഞ ഒരു ഗുജറാത്തി മാർവാടി. അയാള് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റാണ്ട് ഗുജറാത്തിൽ നിന്ന് കള്ളക്കപ്പൽ കയറി വിദേശത്തേക്ക്. അയാളുടെ കള്ളമഞ്ചു എത്തിയത് യമനിന്റെ തലസ്ഥാനമായ സ്വൻആയിലാണ്. അയാൾ അവിടെ കപ്പലിറങ്ങി തൻ്റെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ 54 ഇന്ത്യൻ രൂപ മാത്രമാണ് അയാളെ കയ്യിലുള്ളത്. വെറും 54 രൂപ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഒരു ഹോട്ടലിൽ സപ്ലയറായി ജോലിക്ക് കയറി. ഈ ഗുജറാത്തി മാർവാടി ഹോട്ടലില് ഭക്ഷണം സപ്ലൈ ചെയ്യുക, പ്ലേറ്റ് കഴുകുക, ഗ്ലാസ് കഴുകുക, അതാ പണി. ഏതാനും വർഷങ്ങൾ ഈ തൊഴിലുമായി മുന്നോട്ട് നീങ്ങിയപ്പോ ഇച്ചിരി കാശ് കയ്യിലായി.
അതുകൊണ്ട് അയാൾ ചെയ്തത് അടുത്ത പണി ഒരു 300 സ്ക്വയർ ഫീറ്റുള്ള ഒരു കടമുറി വാടകക്കെടുത്തു. തനിക്കറിയാവുന്ന കൈത്തൊഴില് തുന്നലാണ്, ടൈലറിങ്. അറബികളുടെ വേഷവും അവരുടെ വസ്ത്രവും യമനികളുടെ അഭിരുചിയും മനസ്സിലാക്കി അദ്ദേഹത്തിനുള്ള കഴിവാണ് വസ്ത്രം തുന്നല്. അദ്ദേഹം ആ 300 സ്ക്വയർ ഫീറ്റുള്ള ടൈലർ ഷോപ്പിലിരുന്നിട്ട് നന്നായിട്ട് തുണിത്തരങ്ങൾ തുന്നി വിൽപ്പന തുടങ്ങി. നല്ല ബിസിനസ് നടന്നു. കട ഒന്നിലധികമായി, കടകൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തിൻ്റെതായി. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ നമ്പർ 1 ബിസിനസ്മാനായി, ലോകമറിയപ്പെടുന്ന വലിയ കച്ചവടക്കാരനായി. അയാളുടെ പേരാണ് ധീരൂഭായ് അംബാനി. കഠിനാധ്വാനത്തിൻ്റെ ഫലം. അയാളുടെ മക്കളാണ് അനിൽ അംബാനി, മുകേഷ് അംബാനിയൊക്കെ. എന്നാ ഇയാളുടെ മക്കൾക്കൊക്കെ പണി പലിശക്ക് പൈസ കൊടുക്കുക, വേറെ കഥ. കഠിനാധ്വാനത്തിന്റെ ചരിത്രം നമുക്കിവിടെ കാണാം. ഏത് ജാതി ആയിക്കോട്ടെ. വി-ഗാർഡ് മുതലാളി കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, അയാൾ വലിയ മുതലാളിയാ. അയാളെ തുടക്കം എങ്ങനെയായിരുന്നു? സ്റ്റെബിലൈസർ വീട്ടിൽ നിന്ന് നിർമ്മിച്ചുകൊണ്ട് കടകളിൽ അയാൾ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ടോ ഒരു കസ്റ്റമറെ അയാൾ തന്നെ പൈസ കൊടുത്ത് പറഞ്ഞു വിടും, വി-ഗാർഡിന്റെ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് പെട്ടെന്ന് മേടിക്കും. ആ കടയിൽ തന്നെ കൊണ്ടുപോയി വെക്കും, അടുത്ത കസ്റ്റമർ വിടും. ഒരുപാട് കടകളിൽ തൻ്റെ ചരക്ക് കൊണ്ടുപോയി വെക്കും, കസ്റ്റമറെ അയാൾ തന്നെ പറഞ്ഞു വിടും. പിന്നെ വി-ഗാർഡ് മുതലാളി എവിടെ എത്തി നമ്മൾ കണ്ടു. കഠിനാധ്വാനത്തിൻ്റെ ഒരു ചരിത്രം അവിടെയുണ്ട്. നാട്ടികക്കാരൻ യൂസുഫ് അലി സാഹിബിൻ്റെ പുരോഗതിയുടെ വളർച്ചയുടെ പിറകിൽ കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ചരിത്രമുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ ആ കഥയ്ക്കൊന്നും പോകുന്നില്ല. മുഅ്മിനീങ്ങളെ, നമ്മളിവിടെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം, ഏത് കാര്യം? നിങ്ങൾ തിന്നേണ്ടത്, നിങ്ങൾ ഉടുക്കേണ്ടത്, നിങ്ങൾ കുടിക്കേണ്ടത്, നിങ്ങൾ കിടക്കേണ്ടത് ഏത് പണം കൊണ്ട്? സംതൃപ്തിയുള്ള പണം കൊണ്ട്. ഹലാലായാൽ മാത്രം പോരാ. ഞാൻ ചിലപ്പോൾ നിങ്ങളോട് ഒരു 5000 തരാമോ, ഞാൻ കുറച്ച് കഷ്ടത്തിലാണ്, ഇടങ്ങാറിലാണ്, പണ്ടാറം മൊയ്ലിയേര് ചോദിച്ചാൽ അപ്പം നീ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വഴുതറിയുന്ന അടിയിൽ ചിലപ്പോൾ കുത്തുവാക്കുകൾ പറഞ്ഞാലോ, കിടക്കട്ടെ മൊയ്ലിയേർക്ക് 5000 കൊടുത്ത്. അത് ഹലാലാണ്, നിങ്ങൾ തന്നതാണല്ലോ. പക്ഷെ അതൊരു നല്ല തൃപ്തിയുള്ള പൈസ അല്ല. തൃപ്തിയുള്ള, പരസ്പരം തൃപ്തമായി സംതൃപ്തിയോടെ കിട്ടുന്ന, ഇടപാട് നടത്തുന്ന രണ്ടുപേർക്കിടയിലും സംതൃപ്തിയോടുകൂടെ കിട്ടുന്ന പണം, അതേ നിങ്ങൾ തിന്നാവൂ. സൂറത്തുൻ നിസാ 29. നേരത്തെ നമ്മൾ പറഞ്ഞതാണത്. അതൊന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട്, ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, പ്രവാചകരുടെ അനുയായികളെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വാസമുള്ള സമൂഹമേ, ലാ തഅകുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ ഒരിക്കലും തെറ്റായ നിലക്ക് പണം സമ്പാദിച്ച് ആഹരിക്കരുതേ. നിങ്ങൾ ഒരിക്കലും ബാത്തിലായ നിലക്ക്, അരുതാത്ത നിലയിൽ, റോങ്ങായ നിലയിൽ ധനം സമാഹരിച്ചുകൊണ്ട് ജീവിക്കാൻ മെനക്കെടരുതേ. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാലിം മിൻകും. നിങ്ങൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്? ഇടപാടുകളിലൂടെ, തിജാറത്തിലൂടെ, കച്ചവടത്തിലൂടെ. ചുമ്മാ കച്ചവടം എന്ന് പറഞ്ഞ അല്ലാഹു അവസാനിപ്പിച്ചില്ല. അൻ തറാലിം മിൻകും, അന്യോന്യം തൃപ്തിപ്പെട്ട, അന്യോന്യം പൊരുത്തപ്പെട്ട, വിൽക്കുന്നവന് പൊരുത്തമുള്ള, വാങ്ങിക്കുന്നവന് പൊരുത്തമുള്ള വ്യവഹാരം നടക്കുന്ന ആളുകൾക്കിടയിൽ എല്ലാ മേഖലയിലും സംതൃപ്തി ഉണ്ടാകുന്ന ആ മേഖലയിലൂടെ സമ്പാദിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ആഹരിക്കണം, നിങ്ങൾ ജീവിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നത് വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുതേ. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ കൊന്നുകളയരുതേ. എന്ന് വെച്ചാൽ എന്താണ് ഈ പറഞ്ഞത്? ഇവിടുത്തെ ആത്മഹത്യ ഏതാണ്? പലിശ കൊടുക്കൽ ആത്മഹത്യയാണ്. കച്ചവടത്തിൽ തട്ടിപ്പ് നടത്തൽ ആത്മഹത്യയാണ്. ഇടപാടിൽ ചതി നടത്തൽ ആത്മഹത്യാപരമാണ്.
വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ വധിച്ചു കളയരുത്, കൊന്നുകളയരുത്. നിഷിദ്ധമായ പണാഗമന ധനാഗമന മാർഗം ആത്മഹത്യക്ക് സമാനമാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആ പണി ചെയ്യരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമാ, തീർച്ചയായിട്ടും അല്ലാഹു നിങ്ങളുടെ കാര്യത്തിൽ പരമദയാലുവാണ്. അല്ലാഹ് പറയാണ്, ഞാൻ ഈ ഉപദേശമൊക്കെ നിങ്ങളോട് നിങ്ങളെ ഇടങ്ങാറാക്കാനല്ല, നിങ്ങളെ കഷ്ടപ്പെടുത്താനല്ല, നിങ്ങളെ ഞെക്കി ഞെരുക്കാനല്ല, മതവിധി പ്രയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അരോചകമുണ്ടാക്കാനല്ല. എന്റെ കരുണ കൊണ്ട്, നിങ്ങളോടുള്ള കൃപ കൊണ്ട് നിങ്ങൾ നരകക്കുഴിയിൽ വീഴാതിരിക്കാൻ, നിങ്ങൾ സ്വസ്ഥമായി കുടുംബത്തിൽ അന്തിയുറങ്ങാൻ, നിങ്ങൾ ആത്മാഭിമാനത്തോടെ നാട്ടിൽ തല ഉയർത്തി ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കാനാണ് ഈ ഉപദേശം തരുന്നത്. ഇന്നല്ലാഹ കാന ബികും റഹീമ, തീർച്ചയായിട്ടും അല്ലാഹു നിങ്ങളുടെ കാര്യത്തിൽ പരമദയാലുവാണ്. അങ്ങനത്തെ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഒരൊറ്റ കാര്യം, ഇതൊരു മർമ്മപ്രധാനമായ പോയിന്റാണ്. 10 വെള്ളിയാഴ്ചയായി നമ്മൾ പലിശ പറയുന്നു, നിർത്തുകയാണ്. ഇനി പറയാനൊക്കെ ഉണ്ട്, മതി, ഇത്ര മതി. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാലൊരു യോഗ്യത ഉള്ള ആളുകൾ ഇതിൽ നിന്ന് പിന്മാറും, തീർച്ച. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ പോയിന്റ്. പലരും പല സംശയം ചോദിച്ച് റൂമിൽ വരും. പ്രത്യേകിച്ച് വർത്തമാന കാലത്ത് ഓൺലൈൻ ബിസിനസ് വ്യാപകമാണ്, ഓൺലൈൻ കച്ചവടം. അപ്പൊ വന്നിട്ട് ഫത്വ ചോദിക്കും, ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിന്റെ നിയമങ്ങൾ ഇന്നതാണ്, ഇതിന്റെ റൂട്ട് ഇന്നതാണ്. അത് കേൾക്കണ ഭാഗത്തൊന്നും കുഴപ്പമുണ്ടാവില്ല, ഇങ്ങനെ പറഞ്ഞു തരുന്ന മേഖലയിലൊന്നും കുഴപ്പമുണ്ടാവില്ല. പണ്ഡിതരാകുന്ന ആളുകൾ, ഫത്വ കൊടുക്കുന്ന ആളുകൾ പറയും, ആ കേട്ട ഭാഗത്ത് കുഴപ്പമില്ല, മുന്നോട്ട് പൊക്കോന്ന്. പക്ഷേ ആ ഓൺലൈൻ കച്ചവടത്തിന്റെ അടിയിൽ കൊടും ചതി ഉണ്ടാകും, അല്ലെങ്കിൽ കൊള്ളപ്പലിശ അന്തർലീനമായിട്ടുണ്ടാകും. അത് കാണാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല. അത് കസ്റ്റമേഴ്സിനെ വലയിൽ വീഴ്ത്താൻ ഇത്തരം ബിസിനസ്സുകാര് പല ഓഫറുമായിട്ടും, ഇപ്പൊ മലപ്പുറത്തേക്കൊക്കെ പ്രത്യേകമായിട്ട് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ അവിടെയൊക്കെ സ്പെഷ്യൽ ഓൺലൈൻ കച്ചവടമുള്ളത്. ഒരു അറബി പേരൊക്കെ ഇട്ടിട്ട് വരും, അതിലൊക്കെ തലട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പൊ നിങ്ങൾ തന്നെ ആരെങ്കിലും എന്റെ റൂമിൽ വന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ കച്ചവടത്തിൽ കൂടിയിട്ടുണ്ട്, എന്താണ് അതിന്റെ നിയമം? പറയുന്ന ഭാഗത്ത് കുഴപ്പമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല എന്നല്ലേ പറയാ. പക്ഷെ അത് മാത്രം പോരാ, ആ മതവിധി മാത്രം പോരാ, ആ ഫത്വ മാത്രം പോരാ. പിന്നെന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന ഒരു നിർദ്ദേശമുണ്ട്. സാമ്പത്തിക ഇടപാടിൽ ഓരോരുത്തരും ശ്രദ്ധ വെക്കേണ്ടുന്ന, പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം. സ്വഹാബി വര്യനായ വാബിസ്വാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തിരുദൂതരുടെ മുന്നിൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് നന്മ തിന്മകളെ കുറിച്ച് ഒരു ചുരുങ്ങിയ വാക്കിൽ ഒരു ഉപദേശം തരണം. ഏതാണ് നന്മ, ഏതാണ് തിന്മ? ഞാനൊരു കച്ചവടം ചെയ്തേക്കാം, ഞാനൊരു തൊഴിലെടുത്തേക്കാം, ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നവനാണല്ലോ. അങ്ങനത്തെ എനിക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പാഠം അങ്ങ് പകർന്നു തന്നാലും തങ്ങളെ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പവിത്രമായ കൈവെള്ള കൈപ്പത്തി വാബിസ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു. വാബിസയുടെ ചോദ്യം ചോദിച്ചു വന്ന സ്വഹാബിയുടെ നെഞ്ചത്ത് കൈവച്ച് തിരുദൂതർ പറഞ്ഞു, യാ വാബിസ, പ്രിയപ്പെട്ട അനുജര വാബിസ, ഇസ്തഫ്തി ഖൽബക വസ്തഫ്തി നഫ്സക. നീ ഏതൊരു ഇടപാടിലേക്ക് ഇറങ്ങുകയാണെങ്കിലും, ഏതൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും, ഏതൊരു വ്യവഹാരത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും, ഇസ്തഫ്തി ഖൽബക, നീ നിന്റെ സ്വന്തം ഹൃദയത്തോട് ഒന്ന് ഫത്വ ചോദിക്കുക. പള്ളിയിൽ ഉസ്താദിനോടല്ല, ഖാദിയരോടല്ല, സംഘടനാ പ്രസിഡന്റിനോടല്ല, നീ നിന്റെ ഹൃദയത്തോട് ഫത്വ ചോദിക്കുക. വസ്തഫ്തി നഫ്സക, നീ നിന്റെ മനസ്സാക്ഷിയോട് ഫത്വ ചോദിക്കുക, നിന്റെ മനസ്സാക്ഷിയോട് വിധി ചോദിക്കുക. സലാസ മറ, 3 തവണ. ഒരു കച്ചവടം കണ്ടു, അതിലേക്കുള്ള ഓഫർ കേട്ടു, അതിന്റെ നിയമാവലികളൊക്കെ ആവുന്ന വിധത്തിൽ മനസ്സിലാക്കി,
അതിക്ക് പോയി വീഴുന്നതിന്റെ മുമ്പ് സ്വന്തം മനസ്സാക്ഷിയോടും സ്വന്തം ഹൃദയത്തോടും ഒന്ന് കണ്ണടച്ച് ചോദിക്കുക, 3 തവണ ചോദിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തുടർന്ന് പറഞ്ഞു, അൽ ബിർറു മത്മഅന്നത്ത് ഇലൈഹി നഫ്സു വബിസ, വിജയം, നന്മ, നല്ലത്, ഗുണം, മത്മഅന്നത്ത് ഇലൈഹി നഫ്സു, മനസ്സാക്ഷിയുടെ അംഗീകാരമുണ്ടെങ്കിൽ അവിടെ വിജയായിരിക്കും. മനസ്സാക്ഷി പറഞ്ഞു തരക്കടില്ലല്ലോ, മനസ്സല്ലോ, മനസ്സ് വേറെ മനസ്സാക്ഷി വേറെ, മനസ്സ് വേറെ മനസ്സാക്ഷി വേറെ. മനസ്സെല്ലാ വൃത്തികേടുകളിലേക്കും തള്ളിക്കൊണ്ടുപോകുന്ന ചെകുത്താനാണ് മനസ്സ്. മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു സുന്ദരിയായ പെൺകുട്ടിനെ കണ്ടു, ഒന്ന് നോക്കിപ്പോയി, രണ്ടാമതും നോക്കാൻ പറയും മനസ്സ്. മനസ്സാക്ഷി പറയടോ ഹംക്കെ, നിനക്കില്ല വീട്ടിലെ പെങ്ങന്മാരും കെട്ടിയോളും ഉമ്മയൊക്കെ എന്ന് മനസ്സാക്ഷി പറയും. മനസ്സ് പറയും, നോക്കാൻ പറയും. ഇതത് രണ്ടുമിലുള്ള വ്യത്യാസം. നീ മനസ്സാക്ഷിയുടെ അംഗീകാരമുണ്ടെങ്കിൽ അതാണ് ഗുണം, അതാണ് ബിർറ്, അതാണ് നന്മ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഇസ്മു, കുറ്റം, തെറ്റ്, റോങ് എന്ന് പറഞ്ഞാൽ മാ ഹക്ക ഫിൻ നഫ്സി, മനസ്സാക്ഷി കുത്തുണ്ടാക്കുന്ന മേഖല അത് റോങ് ആണ്, അത് കുറ്റമാണ് വാബിസ. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, വ ഇൻ അഫ്താക്കൽ മുഫ്തൂൻ, മതപണ്ഡിതന്മാർ, വിധി പറയാൻ യോഗ്യതയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നിനക്ക് ഫത്വ തന്നു. ഒരു കച്ചവടത്തിന്റെ കാര്യത്തിൽ ഫത്വ തന്നത് യെസ് എന്നാണ്, ഓക്കെ എന്നാണ്, ആ കച്ചവടത്തിലൂടെ മുന്നോട്ട് പൊക്കോളൂ എന്നാണ് മതപണ്ഡിതൻ വിധി പറഞ്ഞത്. പക്ഷേ നിന്റെ മനസ്സാക്ഷി നോ എന്ന് പറഞ്ഞാൽ നീ ആ നോ എന്നതിൽ മുറുകെ പിടിച്ച് അത് നിനക്ക് കുറ്റമാണെന്ന് മനസ്സിലാക്കി പിടിച്ചു നിൽക്കണം. മതപണ്ഡിതൻ ചിലപ്പോ നിന്നോട് നോ എന്ന് പറഞ്ഞിട്ടുണ്ടാകും, ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മനസ്സാക്ഷിയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ നിനക്ക് ശരി, അതാണ് വാബിസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് ഏതൊരു ഇടപാടിലേക്ക് ഇറങ്ങുമ്പോഴും സ്വന്തം മനസ്സാക്ഷിയോടൊരു കൂടിയാലോചന 3 വട്ടം നടത്തിയിട്ട് വേണം ഇറങ്ങാൻ. ഇൻഷാ അല്ലാഹ് ഇനി വിശദീകരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഇത്ര കേട്ടു, പറ്റുമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത് കേൾക്കുക. തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തിക വിശുദ്ധി കൈവരിക്കണം. അടുത്ത ആഴ്ച തൊട്ട് സാമ്പത്തിക രംഗം തന്നെ മറ്റൊരു വിഷയമാണ് അഴിമതിയും കൈക്കൂലിയും. അതൊക്കെ രാഷ്ട്രീയക്കാരെ വേദിയിൽ പറഞ്ഞാൽ പോരാ മുസ്ലിയാരെ, പോരാ. ഈ അഴിമതിയും കൈക്കൂലിയൊക്കെ ഉണ്ടാകുന്നത് മേടിക്കണോല് മാത്രം ഉണ്ടാവില്ല, കൊടുക്കണോലും കൂടി ഉണ്ടായിട്ടാണ്. കൊടുക്കണത് ആരാ? മൂവാറ്റുപുഴക്കാര്, പഴക്കാപ്പള്ളിക്കാര്, പെരുമ്പാവൂരുകാര്, പ്രത്യേകിച്ച് കാക്കാമാർക്ക് ഇതിലൊരു നാണു ഉളുപ്പില്ല, കൊടുക്കന്നെ കൊണ്ടുപോയിട്ട്. അതിപ്പോ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഒരു കാര്യം നടക്കണമെങ്കിൽ ഇച്ചിരി കൈക്കൂലിയൊക്കെ കൊടുക്കേണ്ടി വരൂലേ? എന്താണ് കൈക്കൂലി കൊടുക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്? അഴിമതിയെ കുറിച്ച് എന്താണ് അള്ളാഹുവും റസൂലും പറഞ്ഞത്? നമുക്ക് നാട് നന്നാകണം, വീടും കുടുംബവും സമ്പത്തൊക്കെ നന്നാകണ്ടേ? അള്ളാഹുവിന്റെ ദീനില് എല്ലാം കൃത്യവും വ്യക്തവുമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് അതാണ് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ശുദ്ധീകരിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കാൻ അവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ധനത്തിൽ ഹറാം കലരുന്നതിൽ